എല്ലാവർക്കും സ്വാഗതം. സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിൽ നമ്മൾ എഡ്ജ് ലെങ്ത് ഓഫ് ക്യൂബും റേഡിയസ് ഓഫ് സ്ഫിയറും കണ്ടുപിടിക്കുന്ന ഫോർമുല എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഡെറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് എങ്ങനെയാണ് എന്ന സംശയം ചോദിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പം എങ്കിൽ ആ ഫോർമുല എങ്ങനെ കിട്ടിയതെന്ന് നമുക്ക് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഫോർമുല നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സിമ്പിൾ ക്യൂബിക്കില് എഡ്ജ് ലെങ്ത് ഓഫ് ക്യൂബും റേഡിയസ് ഓഫ് സ്ഫിയറും കണക്ട് ചെയ്യുന്ന ഫോർമുല A = 2r ആണ്. BCC ആകുമ്പോഴത്തേക്ക് ആ ഫോർമുല A = 4/√3 × r. FCC ആ ഫോർമുല A = 2√2r. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം സിമ്പിൾ ക്യൂബിക്. ഞാനിവിടെ സിമ്പിൾ ക്യൂബിക് വരച്ചിട്ടുണ്ട്. സിമ്പിൾ ക്യൂബിക്കിൽ നമുക്കറിയാം പാർട്ടിക്കിൾസ് കോർണേഴ്സിൽ മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിനെ തന്നെ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കാം. കുറച്ചുകൂടെ വലുതാക്കി വരയ്ക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ഒരു എഡ്ജിന്റെ ലെങ്ത്, അതായത് ഇത് തൊട്ട് ഇതുവരെയുള്ള ദൂരമാണ് സ്മോൾ എ, നമുക്ക് മനസ്സിലായി. പിന്നെ അതിനകത്തുനിന്ന് ഞാൻ ഓരോ സ്ഫിയറായിട്ട് ഇങ്ങോട്ട് എടുക്കാം. അതായത് ഈ സ്ഫിയറിനെ ഇങ്ങോട്ട് കാണിക്കുന്നു. ഒരു സ്ഫിയറിന്റെ റേഡിയസ് 6 ആണെന്ന് അറിയാം. ഞാൻ ആ സ്ഫിയറിനെ ഇങ്ങോട്ട് എടുത്ത് അല്പം വലുതായിട്ടൊന്ന് വരയ്ക്കുകയാണ്. ഇവിടെ സെന്റർ ആക്കിയിട്ട് ഇത് മാത്രം കാണിച്ചു. അപ്പൊ നമുക്കറിയാം ഇത്രയും ദൂരം 6 ആണ്. ഈ സ്ഫിയറും കൂടെ എടുക്കുന്നു. ഇവിടത്തെ സ്ഫിയർ കാണിക്കുന്നു, വലുതാക്കി ഒന്ന് വരയ്ക്കുന്നു തൊട്ട് ഇരിക്കുന്ന രീതിയിൽ. നമുക്കറിയാം ഒറിജിനലായിട്ട് പാർട്ടിക്കിൾ ചേർന്നാണ് ഇരിക്കുന്നത്. സോ വരയ്ക്കുന്നു, വരച്ചു. ഇവിടെ നിന്ന് ഇതുവരെയുള്ള ദൂരം 6 ആണെന്ന് മനസ്സിലായി. സോ അതിനകത്ത് പ്രത്യേകിച്ച് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ എല്ലാവർക്കും മനസ്സിലായി A എന്നുള്ളത് r+r അല്ലെങ്കിൽ 2r ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. സോ അതിനകത്ത് പ്രത്യേക മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആവശ്യമില്ല. സിമ്പിൾ ക്യൂബിക്കിലെ ആ ഫോർമുല നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി. A = 2r. ശരി, ഇനി BCC മനസ്സിലാക്കാം. ഞാനിവിടെ BCC വരയ്ക്കുന്നു. പാർട്ടിക്കിൾ കോർണേഴ്സിലുണ്ട്, പിന്നെ ബോഡിയുടെ സെന്ററിലും കാണിക്കുന്നു. അതിന് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. അപ്പൊ അതിലെ ആ ബോഡി സെന്ററിലെ പാർട്ടിക്കിൾ ഞാൻ ഒന്ന് വരയ്ക്കാം. ഇത് മാത്രം ഒന്ന് വലുതാക്കി വരയ്ക്കാം. ആ സെന്ററിലെ പാർട്ടിക്കിൾ മാത്രം, അത്രയും നമുക്കറിയാം. അത് 2r ആണെന്ന് അറിയാം. ദെൻ ഈ പാർട്ടിക്കിൾ ഇവിടെ ഒന്ന് വലുതാക്കി വരയ്ക്കുന്നു. ഓക്കെ, ഇത് കാണിച്ചു. ഇനി ഈ പാർട്ടിക്കിൾ ഇവിടെ, ഇത് ഈ ബാക്കിലത്തെ ഈ പാർട്ടിക്കിൾ, ഫ്രണ്ടിലത്തെ ഈ പാർട്ടിക്കിൾ, അതായത് ഡയഗണലായിട്ട് വരത്തക്ക രീതിയിൽ ഒരു ക്യൂബിന്റെ നടുക്കൂടെ ഇങ്ങനെ ഡയഗണലായിട്ട് വരത്തക്ക രീതിയിൽ കാണിക്കുന്നു. ശരി, ഇത്രയും അറിയാം. ഇത്രയും ദൂരം ഈ പോയിന്റ് തൽക്കാലം A ആയിക്കോട്ടെ, ഈ പോയിന്റ് B എന്നായിക്കോട്ടെ. എങ്കിൽ ഞാൻ AB എന്നുള്ളത് നമുക്കറിയാം ഒരു സ്ഫിയർ മുഴുവനായുണ്ട്. അപ്പൊ 2r ഉണ്ട്, 2r. പിന്നെ ഒരു സ്ഫിയറിന്റെ പകുതി, അപ്പോൾ വീണ്ടും ഒരു r. പിന്നെ ഒരു സ്ഫിയറിന്റെ പകുതി, വീണ്ടും ഒരു r. സ്ഫിയറിന്റെ റേഡിയസ് ആണ് r. ഒരു സ്ഫിയർ മുഴുവനും ഉണ്ട്, അപ്പൊ 2r ആയി. ഇതൊരു പകുതി ഉള്ളതുകൊണ്ട് 6 ആയി, 6 ആയി. അപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട് 2r + r + r അല്ലെങ്കിൽ 4r ആണ് AB.
അത് മനസ്സിലായി. ഇനി അടുത്ത ഈ എഡ്ജ് ഇത് ഞാൻ സി എന്ന് കൊടുക്കുന്നു. ഇതോട്ട് ഇതുവരെയുള്ള ദൂരം എഡ്ജ് ലെങ്ത് അത് സ്മോൾ എ ആയിക്കോട്ടെ. ഇതോട്ട് ഇതുവരെയുള്ള ദൂരം സ്മോൾ. അപ്പൊ എങ്കിൽ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയാൽ ഈ ഫേസിനും കൂടെ ചേർത്ത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയാൽ ട്രയാങ്കിൾ എ ബി സി എ ബി സി എ ബി സി എടുത്താൽ എ സിയുടെ നീളം എത്ര? എ സി ഈക്വൽ ടു എഡ്ജ് ലെങ്ത് ആണ്, അപ്പൊ സ്മോൾ എ. എ ബി എത്ര? എ ബി എഴുതിയിട്ടുണ്ട് 4R. ഓക്കെ, ഇനി അറിയേണ്ടത് ബി സി. ബി സി എത്രയെന്ന് അറിഞ്ഞു. ബി സിയും കൂടെ അറിയാമെങ്കിൽ നമുക്ക് പൈതഗോറസിന്റെ തിയറി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇനി ബി സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മറ്റൊരു ട്രയാങ്കിൾ എടുക്കാം. ഇവിടെ നിന്ന് ഒരു പോയിന്റ് കൂടെ എടുത്തിട്ട് എക്സ് ട്രയാങ്കിൾ സി എക്സ് ബി, സി എക്സ് ബി. അതില് സി എക്സിന്റെ നീളം അതൊരു എഡ്ജ് ലെങ്ത് ആണ്. സി എക്സ് എന്നുള്ളത് എ ആണ്. ബി എക്സ് ഇത് ബി എക്സ് എന്നുള്ളതും എ ആണ്. എങ്കിൽ ബി സി ആണ് നമുക്ക് വേണ്ടത്. ബി സി എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്ത് നമുക്ക് ബി സിയുടെ വാല്യൂ പൈതഗോറസിന്റെ തിയറി അനുസരിച്ച് ബി സി സ്ക്വയർ ഈക്വൽ ടു ഇത് കർണ സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് നമ്പർ സ്ക്വയർ. ആ ഫോർമുല അനുസരിച്ച് സി എക്സ് ദി ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ സി എക്സ് ദി ഹോൾ സ്ക്വയർ പ്ലസ് ബി എക്സ് ദി ഹോൾ സ്ക്വയർ. ദെൻ ബി സി സ്ക്വയർ ഈക്വൽ ടു സി എക്സിന്റെ വാല്യൂ എ ആണ്, സോ എ സ്ക്വയർ. ബി എക്സിന്റെ വാല്യൂ എ ആണ്, എ സ്ക്വയർ. സോ ബി സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 2a സ്ക്വയർ. അല്ലെങ്കിൽ ബി സി ഈക്വൽ ടു √2 ഇൻറ്റു എ. ഓക്കെ, അപ്പൊ നമുക്ക് ബി സിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ബി സി ഈക്വൽ ടു √2a. ഓക്കെ, ഇനി ഇത് നമുക്ക് തുടരാം. ബാക്കി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. ഈ ട്രയാങ്കിൾ അനുസരിച്ച് എ സി ബി അല്ലെങ്കിൽ എ ബി സി അനുസരിച്ച് ഈ ട്രയാങ്കിളിൽ എ സി സ്ക്വയർ എ സി കിട്ടിയിട്ടുണ്ട്, എ ബി കിട്ടിയിട്ടുണ്ട്, ബി സിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. എങ്കിൽ അവിടെ നമുക്ക് പൈതഗോറസിന്റെ തിയറി അനുസരിച്ച് കർണം സ്ക്വയർ, കർണം എന്ന് വെച്ചാൽ എ ബി ആണ്. സോ എ ബി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഇനി എ ബി സ്ക്വയർ ഈക്വൽ ടു എ ബിയുടെ വാല്യൂ എത്രയും നമുക്കറിയാം 4R. സോ 4R ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സിയുടെ വാല്യൂ എ സ്ക്വയർ പ്ലസ് ബി സിയുടെ വാല്യൂ √2a ദി ഹോൾ സ്ക്വയർ. ദെൻ ബാക്കി ഇങ്ങോട്ട് ചെയ്യാം. 4R ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് √2 ദി ഹോൾ സ്ക്വയർ ആകുമ്പോഴത്തേക്ക് √2 സ്ക്വയർ എന്ന് വെച്ചാൽ 2 ആയി. പിന്നെ എ സ്ക്വയർ ഈക്വൽ ടു 2a സ്ക്വയർ ഒരു a സ്ക്വയർ 3a സ്ക്വയർ ഈക്വൽ ടു 4R ദി ഹോൾ സ്ക്വയർ. ഹോൾ സ്ക്വയർ വിട്ടു പോകരുത്, ഹോൾ വിട്ടു പോകരുത്. റൂട്ട് എടുക്കുന്ന സമയത്ത് ഈ സ്ക്വയറിന് മാറി 4R ആയി. ഈക്വൽ ടു ഇവിടെ റൂട്ട് വരും √3 ഇൻറ്റു എ. then a equal to 4/√3 into. ഓക്കെ, ആ ഫോർമുലയിൽ നിന്ന് പഠിച്ചു. ഓക്കെ, അപ്പൊ അല്പം ശ്രമിച്ചാൽ മതി, ബുദ്ധിമുട്ടില്ല, ഒന്ന് അറേഞ്ച് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, then FCC. എല്ലാ ഫേസിന്റെ സെന്ററിലും. ഓക്കെ, അതിനെ ഞാനൊന്ന് വലുതായി കാണിക്കാം.
അപ്പൊ അതില് ഈ പാർട്ടിക്കിൾ ഇതാണ് കാണിച്ചത്. പിന്നെ ഈ ഏറ്റവും ടോപ്പിലെ ഈ സെന്ററിലെ പാർട്ടിക്കിൾ ഇത്, പിന്നെ ഈ പാർട്ടിക്കിൾ. ഓക്കെ, അപ്പൊ ആ 3 പാർട്ടിക്കിൾ മാത്രം കാണിച്ചു. ദെൻ നമുക്ക് ടോപ്പിൽ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാം. ഇങ്ങനെ എ ബി സി. ഓക്കെ, ഇതിലറിയാം എ സിയുടെ വാല്യൂ 6, 2R 6, സോ 4R. എ ബിയുടെ വാല്യൂ എഡ്ജ് ലെങ്ത് ആണ് എ, ബി സിയുടെ വാല്യൂ എ, മറ്റൊരു എഡ്ജ് ലെങ്ത് ആണ് എ. ദെൻ പൈതഗോറസിന്റെ തിയറി അനുസരിച്ച് എ സി ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. എ സിയുടെ വാല്യൂ 4R the whole square equal to a square plus a square. 4R the whole square equal to 2a square. 4R equal to ഇവിടെ റൂട്ട് ഉണ്ട്, √2 into a. Then a equal to 4 by √2 into r. 4 by √2 എന്ന് വെച്ചാൽ നമുക്കറിയാം അവിടെ 2 into 2 divided by √2 ആണ്. അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് equal to 2 √2 into r. ഓക്കെ, അപ്പൊ ആ ഫോർമുല അല്പം ശ്രദ്ധിക്കാനുള്ളത് ബി സി സിയുടെ കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഒന്നുകൂടെ ട്രൈ ചെയ്യുക.